പേര് ബിജുമാത്തിനാണ്, സ്ഥലം തൊടുപുഴ. ഇന്ന് നിങ്ങളിവിടെ കേട്ട ഈ ഓപ്പർച്യൂണിറ്റി 2016 എനിക്ക് കിട്ടിയത്. പല ആളുകൾക്ക് സംശയം ഉണ്ടാവും, കുറെ ആളുകൾ കൈയടിക്കുന്നു, കുറെ ആളുകൾ അച്ചീവ്മെന്റ്സ് പറയുന്നു, ഇത് എനിക്ക് പറ്റുമോ, എന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതേ കൺഫ്യൂഷൻ 2016 എനിക്കുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകൾ ഒന്നും എക്സ്ട്രാ വരുമാനത്തിലായിരിക്കാം, ഇല്ലെങ്കിൽ ഡ്രീം ഫുൾഫിൽ ചെയ്യാനൊക്കെ വന്നിരിക്കുന്ന ആളുകളായിരിക്കാം. കാരണം ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ വീട്ടിൽ വന്ന് വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടുണ്ടാവും. 2016 ഈ ബിസിനസ് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് പൈസയ്ക്ക് ആവശ്യമില്ല, കാരണം ഇഷ്ടംപോലെ പൈസ കിട്ടുന്ന മേഖല ഞാൻ പഠിച്ചിട്ടുണ്ട്. ടൂൾസ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനം തൊടുപുഴയുടെ ആദ്യത്തെ കടയാണ്. അവിടുത്തെ കഥയും തിരക്കഥയും സംഭാഷണവും തമ്മിലൊക്കെ ഞാൻ തന്നെയാണ്. കാരണം കട തുറക്കുന്നു, അവിടുത്തെ പണി എല്ലാം ചെയ്യുന്നു. വേറൊന്നുമില്ല, ഇഷ്ടംപോലെ പൈസ കിട്ടുന്നു. വേറെ ആരെങ്കിലും ഇതറിഞ്ഞാൽ അടുത്ത കട വീഴും, എന്റെ കച്ചവടം കുറയും. അതുകൊണ്ട് ഞാൻ ഒന്നും അന്ന് പറയാതെ പയ്യെ പമ്മി ഇരുന്ന് പൈസ ഉണ്ടാക്കി ഇഷ്ടം പോലെ. ഈ സമയത്താണ് 2016 എന്റെ 2 സുഹൃത്തുക്കൾ കോട്ടയത്ത് ഈ ഓപ്പർച്യൂണിറ്റി വന്നത്. എനിക്ക് ഒന്നാമത് തന്നെ ഈ നല്ല ഡ്രസ്സിട്ട് നിൽക്കുന്ന ആളുകൾ കാണാൻ ഇഷ്ടമാണ്. ഫുൾ സ്ലീവ് ഷർട്ടും നല്ല ഗ്ലാമറുള്ള ആളുകളെ ഇഷ്ടമല്ല. എന്താ എന്റെ ചെറുപ്പം ഒടുക്കത്താണല്ലോ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആളുകളെ ഇഷ്ടമല്ലാത്തത്. ഈ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ഈ 2 സുഹൃത്തുക്കളും നല്ല എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഒന്ന് എന്റെ ഈ ഓപ്പർച്യൂണിറ്റി പറയുന്നത്. അവർ കയറി വന്നിട്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ഓപ്പർച്യൂണിറ്റി കേൾക്കുമോ എന്നത്തെ കാര്യത്തില്ല. എന്തായാലും വളരെ കാര്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഒഴിവാക്കാനുള്ള പല തന്ത്രപ്പാടും നോക്കി. എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 2 സുഹൃത്തുക്കളാണ് വന്നത്. കാരണം ഈവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന കോട്ടയത്തുള്ള 2 സുഹൃത്തുക്കളാണ്. അവരിന്ന് WTC ഇറങ്ങി കൊടുക്കുന്ന സിജിൻ ജോസഫ് അന്വേഷണം നല്ല കേൾക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞു വന്നു. ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ചുമത കളറുള്ള കുറെ പ്രൊഡക്റ്റ് മേടിച്ച് എന്റെ കടയിൽ വെച്ചു. കുറച്ച് കളർ പ്രാവശ്യം മേടിച്ചു വെച്ചു. കസ്റ്റയിൽ കുറച്ച് അധികം മേടിച്ചു വെച്ചു. മൾട്ടികാർഡ് റിപ്പീറ്റർ അന്ന് ഇന്ന് പറയാൻ പോലും നാക്കൂർ പണിയാണ്. ഇതൊക്കെ മേടിച്ചു. ഇത് എന്റെ ധാരണ വെച്ചാൽ ഇവര് വന്ന് പറഞ്ഞപ്പോ ഇവർ പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ആളുകൾ എടുക്കും എന്നുള്ള ധാരണ. ഈ കടയിൽ ഈ സാധനം വന്നു, എന്റെ കടയിലെ കസ്റ്റമർ വരുമ്പോൾ ഇതെല്ലാം വന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഇത് ബ്ലഡ് ശുദ്ധീകരിക്കാം, ചുമ വന്നാൽ മാറും. അത് ഇതൊക്കെ ചോദിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് ചോദിക്കും, കൂടെ ചോദിക്കും ഇത് എവിടെ വിലക്ക് കിട്ടിയത്, ഇത് ഞങ്ങൾ കഴിച്ചാൽ ഞങ്ങൾക്ക് സംഭവിച്ചാൽ നീ സമാധാനം പറയുമോ, ഇതൊക്കെയാണ് ചോദ്യം. ഒന്നാമത് എടുത്തു വെച്ച സാധനം കൊടുക്കാനുള്ള പേടി നിൽക്കും, ഒന്നാളും പേടിക്കുകയും ചെയ്യും. ഞാൻ ആ പരിപാടി നിർത്തി. ഇനി ഒരുപക്ഷെ എന്റെ കസ്റ്റമർ നഷ്ടപ്പെട്ട, എന്റെ കടയിലെ കസ്റ്റമർ നഷ്ടപ്പെട്ടു തോന്നി അതുകൊണ്ട് എന്ത് അവിടെ ഇരിക്കട്ടെ. വൈകുന്നേരം സമയത്ത് തന്നെ വൈഫ് എന്നെ സഹായിക്കാൻ വേണ്ടി വരും. ഈ സഹായിക്കുന്ന സമയത്ത് വൈഫ് എന്നോട് ചോദിക്കാറുണ്ട്, ഇതെന്താ ഇത് ചുമ മാറുന്ന കഫ്റ്റില് മൾട്ടികാർഡ് റെപ്പീറ്റർ അല്ലെങ്കിൽ കൗരപ്ലാസ്റ്റൊക്കെ ഞാൻ വൈഫിനോട് ഭയങ്കര ആവേശത്തോട് പറഞ്ഞു. കാരണം ഈ പൊറോട്ട അടിക്കുന്ന സമയത്ത് പൊറോട്ട തിരിച്ചടിക്കില്ല, അങ്ങനെ കൊണ്ടുണ്ട്. വൈഫിൽ വന്ന സമയത്ത് ഞാൻ പറയും വൈഫ് തലയാട്ടും. എന്നാലും കുറച്ചു ദിവസം ഇരിക്കുമ്പോ നഷ്ടപ്പെടുത്തുന്ന ഫുഡ് സപ്ലിമെന്റ് ആണ്, കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, ഇത് പൈസ കളയണ്ടെന്ന് എനിക്ക് കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ വൈഫും ടെസ്റ്റ് ആയിട്ട് എന്റെ 5 കുട്ടികളുണ്ട്, 5 കുട്ടികളും ചേർത്തു. അങ്ങനെ ആദ്യത്തെ ഡ്യൂട്ടി തുടങ്ങിയത് കഴിക്കണം. വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ പുറത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവർ പറഞ്ഞ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് കളയത്തല്ലോ, പൈസ നഷ്ടപ്പെടുത്തുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. പക്ഷെ അമേസിംഗ് റിസൾട്ട്. എനിക്ക് 5 കുട്ടികൾ, 2 കുട്ടികൾ, 2 കുട്ടികളാണ്. മാസം തികയാതെ പ്രസവിച്ച കുട്ടികളായതുകൊണ്ട് ഒരു മാസത്തിൽ ഒരു 3 തവണ അച്ഛൻ പോകണം, അത് മസ്റ്റാണ്. എന്നാലും ആ കുട്ടികൾക്ക് ഈ കലപ്രാസവും ഈ കഫ്നിലും ന്യൂട്രലൈസൊക്കെ എന്ത് ചെയ്തു ഞാൻ കൊടുത്തു. പിന്നീട് ഞാൻ ആ കളിച്ച് ചോദിക്കാനൊന്നുമില്ല, പിള്ളേരൊക്കെ കളിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ 1-2 മാസം കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടാകാതെ വന്നപ്പോഴാണ് എന്റെ തലക്കടിച്ചത്. പിന്നീട് ഈ ഉൽപ്പന്നങ്ങൾ കേൾക്കാൻ എനിക്ക് ഒരു പ്രയാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ ഞാനൊരു പിള്ളേരെ കഴിച്ചതാണ് സൂപ്പർ സാധനം, അത്ര പറഞ്ഞു. അന്നാക്കി ദാവില്ല എന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയ പ്രോഡക്റ്റ് തീർന്നു. എല്ലാ പ്രോഡക്റ്റും ഞാൻ വിറ്റ് തീർത്തു. അപ്പോഴാണ് എനിക്ക് ശരിക്കും ശ്വാസം ശരിക്കും വീണത്. രക്ഷപ്പെട്ടു, ഇനി മേടിക്കുന്നത് സംഗതി എല്ലാം തീർന്നു, എന്റെ പൈസ കിട്ടി. പക്ഷെ പോയ പ്രോഡക്റ്റ് ബൂമറാങ് പോലെ തിരിച്ചു വരുവാണ്. കൊണ്ടുപോയാലും തിരിച്ചു കൊണ്ടല്ല, പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയാൽ പറഞ്ഞു ഇത് എന്റെ അച്ഛന് കൊടുത്തിട്ട് ബിജു കുറെ നാളായിട്ട് ഞങ്ങൾക്കും ഉറപ്പില്ല, അച്ഛനും ഉറപ്പില്ല, ചുമയോട് ചുമ. ഈ പ്രോഡക്റ്റ് ഒരു ബോട്ടിൽ കഴിച്ചോളൂ, ഇത്ര റിസൾട്ട് കിട്ടി. ഇത് ചാട്ടം കഴിച്ചോണ്ടാകുമ്പോൾ ഞാൻ ഈ ബോട്ടിലൊക്കെ ആയിട്ട് തൊടുപുഴയിലുള്ള ഒരു ഒട്ടുമിക്ക മെഡിക്കൽ സ്റ്റോറിൽ കയറി സാധനം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഇത് മേടിച്ച് എന്റെ അടുത്തേക്ക് വരുന്നത്. എന്നോട് ചോദിച്ചു ഇത് എവിടെ
എന്റെ ഇല്ല. ഈ സമയത്താണ് എന്നെക്കും കൊണ്ട് തന്നെ ലീഡറോട് ചോദിച്ചു, നിങ്ങൾ ചേർത്താ മേടിച്ചെന്ന് പറഞ്ഞത് ഞങ്ങൾ കോയമ്പത്തൂർന്നാണ് മേടിച്ചത്. എന്താണെങ്കിൽ ഞങ്ങൾ കുറച്ച് പ്രോഡക്റ്റ് വേണം. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ലേ ഈ പ്രോഡക്റ്റ് റീപർച്ചേസിംഗ് പ്രോഡക്റ്റ് ആണ്, അത് മേടിച്ചു കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഉപയോഗിച്ച് ആളുകൾ ചോദിച്ചു വരും എന്ന് പറഞ്ഞാൽ കുറച്ച് മേടിച്ച് കടയിൽ വെക്കുക, റീറ്റെയിൽ കൊടുക്കും. എന്താ കട തുറന്ന് വെച്ചേക്കോളി. അങ്ങനെ റീറ്റെയിലാണ് ആരംഭിച്ചത്. ഹലോ, അങ്ങനെ റീറ്റെയിൽ തുടങ്ങി. പാർട്ട് ടൈം മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്ക് കടയിൽ വേറെ ആരില്ല, കടയിൽ വെച്ച് റീറ്റെയിൽ കൊടുക്കും. കൂടാതെ ലീഡർമാർ വന്ന സമയത്ത് ഞാൻ വൈകുന്നേരം സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കും, ഇവരുടെ കൂടെ ഈ ഒരു ടീഷർട്ടും ലുങ്കി കൊണ്ട് കൊടുത്താണ് ഞാൻ കടയിലാണ്. ഇവരുടെ മുന്നിൽ വരുമ്പോൾ ഒരു നല്ല ഡ്രസ്സിനോട് പോകണ്ടേ, പാന്റും ഷർട്ടും ഇന്നവർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്റെ കടയുടെ അകത്ത് വെച്ച് പുതിയ പാന്റും ഷർട്ടും ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, വണ്ടിയുടെ ഡോർ തുറന്നു വെക്കാൻ പറഞ്ഞു. ഡോർ തുറന്നു വെക്കും. എന്നിട്ട് ഞാൻ അവിടെ വെച്ചു, അപ്പുറത്തെ കടകളുണ്ട്, അവരാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് വെച്ചു. ശ്രദ്ധിക്കുന്നില്ല. അന്നാ ഡോർ തുറന്നു ഓടി ചെന്ന് ഞാൻ കടയിൽ വണ്ടി കയറും. അതൊക്കെ വിട്ടോന്നു. ഇടുക്കി ജില്ലയുടെ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വലിയ രാജാവായി. അതുവരെ നമുക്ക് പ്രശ്നമുണ്ട്. സുഹൃത്തുക്കളെ, ഇതേപോലെയുള്ള പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു. കോട്ടയത്ത് എറണാകുളത്തേക്ക് ഉണ്ടായിരുന്നു. ഞാൻ 2016 വന്നത്. 2013 ഈ ബിസിനസ് ചെയ്ത് 2016 എത്തുന്ന ഒരുപാട് ആളുകളുടെ അച്ചീവ്മെന്റ്സ്, നിരവധി നേട്ടങ്ങൾ. എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ മേഖലയിൽ വീടും വാഹനമൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടിയേക്കാം. പക്ഷെ സ്വപ്നതുല്യമായ ലൈഫ് ഒരിക്കലും കിട്ടില്ല എന്നറിയാം. എനിക്കാണെങ്കിൽ ഒടുക്കുന്ന സ്വപ്നമാണ്. അതനുസരിച്ച് വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിനുള്ള വിധ കിട്ടുന്നില്ല. എന്നാലും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്ന പ്രതീക്ഷകളാണ് ഞാൻ നിങ്ങളുടെ മേഖലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പറ്റിയ വാഹനം 2016 എനിക്ക് വന്നു. അത് മൈ ലൈഫിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണിച്ചത്. ഓൾറെഡി റെഡിയാണോ? അതൊരു കഴിഞ്ഞു. ഇന്ന് ഈ കമ്പനിയുടെ ഡബിൾ ITC അടുത്ത ആ ഒരു ഐഡിയുടെ ഏർക്കലേക്ക് അടുത്തടുത്ത് വരുന്നുണ്ടിരുന്നു. ഇനി ചിലപ്പം ഒരാൾ സെൻട്രലിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു പാടങ്ങൾ വെക്കാൻ പോകും. മനസ്സിലായോ? മൂന്നാമത്തെ ഐഡിയും ITCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു TC ആവാൻ വേണ്ടി തലമുക്കി വരിക. അപ്പോഴാണ് 3 ഐഡിയിൽ മറ്റേ ITC സാർ വേദനയും ചക്ക വേദനയും കഴിക്കും. എന്നെ കളിയാക്കി നിരുത്സാഹപ്പെടുത്തിയ ഒരു ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇന്നും ആ കരിങ്കലാണ്. അവർക്ക് മധുര പ്രതികാരമായിട്ട് ഇന്ന് ഞാൻ വേണ്ടതില്ല. ഇപ്പോൾ അവിടെ ഈസിയാണ്. എന്നാൽ എനിക്കൊരു പാസ്റ്റ് ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ലീഡേഴ്സ് ഒക്കെ അവരുടെ അച്ചീവ്മെന്റ്സ് പറയുമ്പോൾ അവർക്കൊരു പാസ്റ്റ് ഉണ്ടാവില്ലേ? ആണല്ലോ, എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ഹലോ, ഇന്നത്തെ ഗ്രാമറൊക്കെ വെച്ച് സൂട്ടൊക്കെ വെച്ചു. അതങ്ങനെയൊന്നുമില്ല. ഹലോ, കയ്യടി തരുവാണെങ്കിൽ ഈ ടൂൾസ് കടയിൽ എന്റെ മെയിൻ പ്രൊഫഷൻ കോൺക്രീറ്റ് കെട്ടിക്കാം. കോൺക്രീറ്റ് കെട്ടിക്കാൻ അറിയാമോ? ഹൈവേല് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ബ്രേക്ക് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. കാരണം എനിക്ക് സ്കൂളില് എന്നെ വിളിച്ചോണ്ട് തല്ലിപ്പൊളി എനിക്ക് പണിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഇഷ്ടം പോലെ ക്ലാസ് കിട്ടും. ഒരു കെട്ടിടം പണിയാൻ 1 ലക്ഷം മതി, പൊളിക്കണമെങ്കിൽ 2 ലക്ഷം വന്നാലും ചെയ്യും ആ പൈസ. അങ്ങനെ പോകണം. അപ്പൊ അതുകൊണ്ട് വളരെ നന്നായിട്ട് അടിപൊളിയായിട്ട് പൈസ മേടിച്ച് കോൺക്രീറ്റ് കെട്ടി നിൽക്കുന്ന സമയത്താണ് ഈ ബിസിനസ് വന്നത്. ഇഷ്ടംപോലെ പൈസ കിട്ടുന്നതാണ്. പക്ഷെ ഈ ബിസിനസ് സ്ഥാപനം തുടങ്ങിയത് ഒരു പൈസ ഇല്ലാത്ത. അമ്മായിപ്പള്ളിയിൽ നിന്ന് കടം മേടിച്ചു, അരിയനിൽ നിന്ന് കടം മേടിച്ചു, വൈഫിനുണ്ടാകുന്ന സ്വർണ്ണമെല്ലാം കൂടെ വിറ്റു. പണയം വെച്ചിട്ട് എടുക്കില്ലാതെ ഒറ്റ ഉറപ്പുണ്ട്. അതുകൊണ്ട് അതെല്ലാം കൂടെ വിറ്റു. ഇങ്ങനെ നല്ല ലൈബിലിറ്റിയിൽ ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഓടി കൊണ്ട് വെച്ചു. എന്ന് നല്ല ലൈബിലിറ്റിയിലാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം വലിയ കച്ചവടമൊന്നുമില്ല. 1 മാസം 2 മാസം എന്റെ മനസ്സ് പഠിക്കാൻ തുടങ്ങി. കാരണം പലിശ കൂടുന്നു. ഇത് 1 ലക്ഷം എനിക്ക് എനിക്ക് ആധാരം എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കടം കിട്ടാൻ പറ്റുമോ എന്നൊക്കെ ആകെ കൂടെ കൺഫ്യൂഷൻ. ഒരു 3-4 മാസം കഴിയുമ്പോൾ ആ ടെൻഷൻ. കച്ചവടം നടത്തിയപ്പോൾ ഞാനും ചെയ്തു, ഒരു ട്രിപ്പ് ചെയ്തു, കുറെ ഫോട്ടോസ് എടുത്ത് പണിയായിരം വാടകയ്ക്ക് തന്നെ പത്രത്തിലൊരു പേപ്പർ വെച്ചു, 100 രൂപ വെച്ചു, 100 പേപ്പർ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നിക്കത്തു ചെയ്തു. ഒരു രക്ഷയില്ല. ആദ്യം ചട്ടി തൂമ്പേ ഭാഗ്യത്തേക്ക് ഓടാനേക്കായിരുന്നു. പിന്നീട് അത് പവർ ടൂൾസ് ആക്കി. ആ പവർ ടൂൾസ് പിന്നെ ജാക്കി ഫാനൊക്കെ ആയിട്ട് കെട്ടിടം പണിയാനുള്ള എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് വലിയ ലൈബിലിറ്റി നിൽക്കുന്ന സമയത്താണ് മൈലസ്റ്റർ മാർക്കറ്റിംഗ് എന്റെ കയ്യിലേക്ക് വന്നത്. ഈ കടയുണ്ടായിരുന്നപ്പോൾ ഞാൻ വീട് കാണണമെന്ന് ഒറ്റ മുറി
ഞാൻ പണിക്ക് കിടന്നാണ്. ഒന്നുമില്ല വീട്ടിൽ. നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഒന്നുമില്ല. അത് വീഡിയോ ആണ്. നിങ്ങൾ കാണുന്നോ? ഹലോ, ബാക്കിലേക്ക് കാണാമോ? ഹലോ, അങ്ങനെ ഒരു ഒറ്റ മുറി പോയിട്ടില്ല. ഒരു കിടക്കാനൊരു കട്ടിലില്ല, ഇരിക്കാനൊരു ചെയറില്ല, ഊണ് കഴിക്കാനൊരു മേശയില്ല, ഒന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് മൈലേഫിന്റെ കയ്യിലേക്ക് വരുന്നത്. സുഹൃത്തുക്കളെ, ഈ സമയത്ത് ഇപ്പൊ നമുക്ക് മഴക്കാലമാണല്ലേ? ഹലോ, മഴക്കാലം. ഈ മഴക്കാല സമയത്ത് സാധാരണ വീട് ചോരുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? വീട് ചോരുന്നു നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പാത്രം കൊണ്ടുവയ്ക്കും. ശരിയല്ലേ? ഇവിടുത്തെ പ്രത്യേകത ഇതിന്റെ ബാഗ് ഇവിടെ ചോർന്നിട്ട് വെള്ളം ബാഗ് ആ കിടക്കുന്ന സൈഡികൾ വരുമ്പോ രാത്രി ഒരു 12 മണി 14 മണിക്കാകുമ്പോൾ മഴയൊക്കെ ആകുമ്പോൾ വെള്ളം വെച്ചിരുന്നു. ഞാൻ എഴുന്നേറ്റ് നോക്കും. ഇത് പിള്ളേരുടെ മേത്തേക്ക് വന്നു. ഞങ്ങൾ 7 പേര് ഒരുമിച്ച് അവിടെ കിടക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചവർക്ക് ഇത് ഞാൻ പറയുന്ന ആദ്യ സമയം എന്റെ ഉള്ളു തെങ്ങുകയാണ്, തലയുമായിരുന്നു. കാരണം അങ്ങനെ സിറ്റുവേഷൻ ഇവിടെ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ട്. ചിലപ്പോൾ നല്ല ഡ്രസ്സായിരിക്കും വീട്ടിലിരിക്കുന്നത്, കാണാൻ നല്ല ചന്തം ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുമോ? ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ വീട്ടിലോ ഇല്ലെങ്കിൽ വാടക കൊടുക്കാൻ പറ്റാതെ 5ാം തീയതി 1ാം തീയതി ആകുമ്പോൾ ആദ്യം വിളിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ നല്ല ആരോഗ്യമല്ലേ? ഞങ്ങളോട് പറയുന്ന സത്യമല്ലേ വിളിച്ചു പറയുന്നത്? ഇങ്ങനെ വീട്ടിൽ നിന്നാണ് ഞാൻ വന്നെങ്കിൽ ഇത് റെഡിയായി വരുന്നത് തോന്നുന്നു. ഇത് വീഡിയോ ആണ്. അതാണ് വീഡിയോ. വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ അറിയണം, നിങ്ങൾ കാണുന്നത് നോക്ക്. ഇന്ന് ഈ 5 കുട്ടികളുടെ ആ ഒരു രക്ഷ മൈലേഫിന് എനിക്ക് ഞാൻ ഇവിടുന്ന് മാറ്റപ്പെട്ട് പോയാലും മൈലേഫിന് നടക്കില്ല എന്ന് പറഞ്ഞു. അത്രയും രക്ഷയാണ് എനിക്ക്. ഈ 5 കുട്ടികളുമായിട്ട് 2014 വാടകയ്ക്ക് കിടക്കുന്ന സമയത്ത് എന്റെ വൈഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക? നല്ലൊരു കട്ടിലുമാണ്. വീട് കഴിക്കുമ്പോൾ അതാണ് നല്ല ചെയർ. ഇത് വലിയ എന്റെ എനിക്ക് ആ വരുമാനം ചെലുത്തിയതിന്റെ അടുത്ത് ഒരു വർഷം കഴിഞ്ഞ് എന്റെ വൈഫ് പറഞ്ഞത് നമുക്ക് വാടക കൊടുക്കാത്ത വീട് കഴിക്കാനാണ്. വാടക കൊടുക്കാത്ത വീട്. ഈ വാടക കൊടുക്കുന്ന 7ാം തീയതി ആകുമ്പോൾ 1ാം തീയതി എന്നോട് പറഞ്ഞോളൂ. കാര്യം പറഞ്ഞ ബിസിനസ് ചെയ്യുന്ന പൈസ ഉണ്ട്. പക്ഷെ എനിക്ക് നല്ല ലൈഫിറ്റി ആയിട്ട് ഈ 7ാം തീയതി ആകുമ്പോൾ പൈസ നോക്കത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞാൻ ഈ ബിസിനസ് കാണുന്നത്. ഈ പ്രോഡക്റ്റ് ഇട്ടുകൊണ്ടാണ് സർ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം കുറച്ച് 27 പ്രോഡക്റ്റ് പിന്നീട് കച്ചവടം കൂടിക്കൊണ്ടിരുന്നു. വളരെ കുറച്ച് പ്രോഡക്റ്റ് ഇട്ടുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. കളിയാക്കിയവരും നിരുത്സാഹപ്പെടുത്തിയവർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു സർ. എന്റെ ആവശ്യം, ഞാൻ ആവശ്യക്കാരല്ല, ഭയങ്കര അത്യാവശ്യക്കാരനാണ്. എനിക്ക് വീട് വേണം, മകനും വേണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഇതൊക്കെ എന്റെ ഉള്ളിലൊരു ചിന്തിക്കും. കാരണം 5 കുട്ടികൾ എനിക്ക് ദൈവം ധാരാളമായിട്ട് നിന്നപ്പം എന്റെ സമൂഹത്തിൽ നിന്നും എന്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ഭയങ്കര എതിർപ്പായി. ഹലോ, ഇവിടെ പിന്നെ മലപ്പുറംകാർക്ക് 5 ആണെങ്കിലും 10 ആണെങ്കിലും ഭയങ്കര സന്തോഷം. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര എതിർപ്പായി. കാരണം ഒന്നും ഒരു പണിയില്ല. കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു പണിയില്ല. ഡ്രൈവറായിരുന്നു. അതിന് കിട്ടുന്ന വരുമാനം എന്താണെന്ന് വീട്ടുകാർക്കില്ല. എന്നെ ഞാൻ ചെറുപ്പത്തില് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ എന്റെ ആ ഒരു സ്വപ്നം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ സ്വപ്നം കണ്ട കല്യാണം. അതുകൊണ്ട് 6 കുട്ടികൾ എനിക്ക് സ്വപ്നം കണ്ടു. 6 കുട്ടികളെ ദൈവം തന്നു. സുഹൃത്തുക്കളെ, അന്ന് പൈസയൊന്നും ഇല്ലായിരുന്നു. ഇന്ന് മൈലേജ് തോന്നും, ഇഷ്ടം തോന്നും. ഇന്ന് ഞാൻ എന്റെ വൈഫിന്റെ അടുത്തേക്ക് പോയി പറയുവാണ്, ഞാനിത് കോടീശ്വരനാണ്, എനിക്ക് 6 കുട്ടികൾ വേണമെന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച ഏതെങ്കിലും കുറെ കൊണ്ട് മാറ്റും. ആണല്ലോ. അപ്പൊ പൈസ ഉള്ള പിള്ളേരും അല്ലേ? പൈസ ഉണ്ടായിട്ട് പിള്ളേരെ നിങ്ങൾ സൃഷ്ടിക്കാൻ നോക്കാതെ പൈസ ഇല്ലാത്തപ്പോ സൃഷ്ടിച്ചോ, പൈസ തന്നെ ഉണ്ടാവും. ഇപ്പോഴത്തെ ലൈഫ് കൊണ്ട് സ്വപ്നതുല്യമായ ലൈഫിലാണ്. സ്വപ്നതുല്യമായ ലൈഫാണ്. ഈ ഞാൻ പറഞ്ഞ ഈ പ്രവർത്തനത്തിൽ കടന്നുണ്ടെങ്കിൽ 1 വർഷക്കാലം 1.5 മാസക്കാലം പാർട്ടി മുഴുവൻ സമയ പ്രവർത്തനം 1 വർഷക്കാലം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ മേടിച്ച് ഓടിക്കാൻ കുറച്ച് ഇന്നോവ ക്രിസ്റ്റന്റെ വിറ്റു. ആ വാടക വീട്ടിൽ കിടക്കുമ്പോഴാണ് ഈ വണ്ടി മേടിച്ചത്. പല ആളും ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. കാരണം വാടക വീട്ടിൽ നിന്ന് നല്ല ഫുൾ സൂട്ടിൽ ഇറങ്ങി വന്നാൽ മൈലേജ് ഓടികളുടെ കണക്ക് പറഞ്ഞാൽ ഞാൻ ഏത് വീട്ടിൽ നിന്നാന്ന് പറഞ്ഞാൽ കച്ചവടം നടക്കാതെ എനിക്ക്. പക്ഷെ ഇതൊന്നും പറയാൻ നിന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, നാളെ വീടും അല്ലെങ്കിൽ മറ്റു ഫെസിലിറ്റി ഒക്കെ മൈലേജിലൂടെ ഉണ്ടാവുന്ന 100% ബോധിച്ചു. അങ്ങനെ മുന്നോട്ട് കുതിച്ചു. അത് ആദ്യത്തെ അച്ചീവ്മെന്റ് ഇന്നോവ ക്രിസ്റ്റയാണ്. ഈ വണ്ടിയൊക്കെ വന്നപ്പോ എന്റെ ടോട്ടൽ ചേഞ്ച് ആയി. എന്റെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറി. കാരണം ഓടിക്കാൻ കുറച്ച് വണ്ടി എന്റെ വീട്ടിൽ വന്നു തന്നത് വീണ്ടും മുന്നോട്ട് കുതിച്ചു. 2016 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 2017 ഇന്നോവ ക്രിസ്റ്റ എടുത്തു. 2018 തൊടുപുഴ സിറ്റിയിൽ 1,30,00,000 വീട്ടിലേക്ക് ഞാൻ മാറി. സുഹൃത്തുക്കളെ,
പിടിക്കുന്ന പണിയല്ല, ആളെ പറ്റിക്കുന്ന പണിയല്ല. ഞാൻ ചെയ്യുന്നത് ഒരു പ്രൊഫഷനാണ്. ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡോക്ടർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു പ്രൊഫഷനാണ് ഞാൻ ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ വീടിന്റെ ഫ്രണ്ടിൽ ബിജു മാത്യു ഞാൻ വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2019 മറ്റൊരു വീട്ടിലേക്ക് ഒരു വീട് മേടിച്ചു. ഈ വീട് കയറി താമസിക്കുന്നതിനാണ് 2,10,000 വീട് ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2019 മറ്റൊരു വീട് മേടിച്ചു. 2020 മറ്റൊരു വെഹിക്കിൾ മേടിച്ചു. ഇലക്ട്രിക് വെഹിക്കിളാണ്. 1,00,000 കിലോമീറ്റർ ഓടി. ഇപ്പൊ നമ്മൾ ഒരു പൈസ കൊടുക്കില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. കാരണം വീട്ടിൽ തോളാൽ ചെയ്തു. ഒരു വർഷമായിട്ട് 1,10,000 കിലോമീറ്റർ നമ്മൾ പ്രകൃതി ഊർജ്ജം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി. അങ്ങനെ ഒരു വാഹനം മേടിച്ചു. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2021 നമുക്കറിയാം ഇടുക്കി ജില്ല എന്ന് പറഞ്ഞൊരു ഹൈലൈറ്റ് മേഖലയാണ്. അങ്ങോട്ട് കയറി പോയാൽ ചിലപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരെങ്കിൽ ഒരുപാട് താമസിക്കും. അപ്പൊ എന്ത് ചെയ്തു? ഒരു 4-wheel ഡ്രൈവായ ഒരു താർ മേടിച്ചു. അതിന്റെ കാർപോർട്ട് കിടക്കുന്നുണ്ട്. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2022 ആദ്യത്തെ അടി ഇന്റർനാഷണൽ ടീമിലേക്ക് മാറുന്നത്. ആ കയ്യടി പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇറക്കിയത്. ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തെങ്കിലും മീറ്റിംഗ് സെന്ററിൽ നിന്നാൽ നിങ്ങൾക്ക് കയ്യടിയും അംഗീകാരം കിട്ടുന്ന റാങ്കാണ് ഇന്റർനാഷണൽ ടീമിലേക്ക്. ആ സമയത്ത് എനിക്ക് സിനിമ പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹം. സിനിമ അഭിനയിക്കുന്നത് ഏറ്റവും വലിയ തോന്നി. ഈ മുഖം ഇതുവരെ കാണിച്ചില്ല. ആ ഒരു വാശി തീർത്തുക മൈലെത്തുന്ന ആഗ്രഹം. ഹലോ, വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2022 ഇടുക്കി ജില്ല പിന്നോക്ക ജില്ലയിൽ നിന്നും എറണാകുളം AVM മോട്ടോഴ്സിൽ പോയി എനിക്കും വേണം ഒരു BMW എന്ന് ആ ചോദിക്കാനും പറയാനുള്ള അങ്ങനെ 2022 ഒരു BMW സ്വന്തമാക്കി. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2021 ഡിസംബർ മാസത്തിൽ നമ്മുടെ നാട്ടിൽ പണിയെടുത്ത് ഇന്ത്യൻ രൂപ UAE നിർമ്മിച്ചാക്കി മാറ്റിക്കൊണ്ട് ദുബായിൽ ഒരു സാറ്റ് മേടിക്കാൻ സഹായിച്ച കമ്പനിയാണ് അങ്ങനെ ദുബായിൽ ഒരു സാറ്റ് മേടിച്ചു. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2023 എറണാകുളത്ത് ലുലുമാളിനും ഒബ്രമാളിനും നടുക്കറ്റ് ക്രൗഡിന്റെ ഒരു സാറ്റ് മേടിച്ചു. അത് അടുത്ത ഡിസംബറിൽ ഹാൻഡ് ഓവർ ചെയ്യും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഞാൻ കണ്ട വീട് കണ്ടതാ? ഹലോ, മലപ്പുറം ഞാൻ കണ്ട വാടക വീട് കണ്ടില്ലേ? ആ വാടക വീട്ടിലെ ഇരട്ട കുട്ടികൾ ഇന്ന് അവർ രണ്ടുപേരും പഠിക്കുന്ന ഇത് ഓസ്ട്രേലിയയാണ്. ഹലോ, ഇവിടെ ഇരിക്കുന്നത് ഗ്രഹനാണ്. ഇന്ന് ചെയ്ത് ജോലി കൊണ്ട് കിട്ടാത്തവർ കിട്ടുന്ന വരുമാനം കൊണ്ട് തൃപ്തരല്ലാത്ത ആരെങ്കിലും നിങ്ങൾ ഈ പ്രോഗ്രാം സെന്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്നവർക്ക് ആർക്കും ഈ ഓപ്പർച്യൂണിറ്റി വായ്പ സർ. കൊടുക്കുന്ന പൈസയേക്കാൾ മൂല്യമുള്ള പ്രൊഡക്റ്റ് നിന്ന് അത് ഉപയോഗിച്ചാൽ ആലോചിക്കുന്നത് അത് വിറ്റാൽ ലാഭം കിട്ടും. ഞങ്ങളുണ്ട് സാറേ, നിങ്ങളെ സഹായിക്കാമെന്ന് ഒരു പറ്റം ലീഡേഴ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കടമെടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറാക്കി 100%. 2030 ഞങ്ങൾ വർഷമുണ്ടെങ്കിൽ ഈ ഗോളിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്റർനാഷണൽ ടീം വേണ്ടി ട്രാവൽ വീടായി വാഹനമായി ഇഷ്ടമായ ബാങ്കുകളായി. ഇനി എന്ത് ചെയ്യണം? ഇനിയിപ്പോ ഞാൻ എല്ലാ വർഷവും ഈ 2 ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഇതേ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ എന്നാലും കുട്ടികളുടെ കൂടെ കുറച്ചു ദിവസം പോയി നിന്നു. വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു 20 ദിവസം മുമ്പ് ചൈനയിലായി. ഹലോ സാർ, ഞാൻ ചോദിച്ചിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചതല്ലേ? വിദ്യാഭ്യാസ യോഗ്യ കുടുംബം നൽകുകയോ കാണാൻ തത്വമെന്ന് കമ്പനി ചോദിച്ചു. നിങ്ങൾ പറയുന്നത് മൈലക്ഷൻ മാർക്കറ്റിംഗ് ഇവിടെ ആരോഗ്യ പ്രവർത്തനം അത് ഉപയോഗിച്ച് നോക്കിയതിനു ശേഷം നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണ്. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നം വിൽക്കാൻ നിങ്ങൾ എന്തിനാണ് മടിപിടിക്കുന്നത്? സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഉള്ള വ്യവസായത്തിൽ കൊണ്ടുവന്ന പ്രോഡക്റ്റ് അല്ല. കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആയുഷ് മന്ത്രാലയത്തിന് കീഴിലെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രോഡക്റ്റാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് ഓരോ കുടുംബവും അനുഭവിക്കുന്ന വേദന ആരോഗ്യ പ്രശ്നമാണ്. എത്ര പണം മുടക്കിയിട്ടും നമുക്കത് റിക്കവർ ആകാൻ പറ്റുന്നില്ല. ഒരു 10-40-50 വർഷം പുറത്തു പോയാൽ ഓരോ ഹോസ്പിറ്റലിൽ ചെന്നാലും ഡയാലിസിസ് സെന്ററുകളോ അല്ലെങ്കിൽ ഡയാലിസിസ് വാർഡോ ഡയാലിസിസ് യൂണിറ്റോ ഇല്ല. എന്നാൽ ഇന്ന് എല്ലാ ഹോസ്പിറ്റലിലും ഇതൊരു സാധാരണ വാർഡ് പോലെ വെച്ചേക്കും. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ രോഗികളാകാതിരിക്കുക. അസുഖം വന്നിട്ട് മരുന്ന് മേടിക്കാൻ നല്ല പ്രിവെൻഷനാണ്. ആണല്ലോ സാർ? സാർ, നമ്മുടെ പ്രോഡക്റ്റ് അത്ര പ്രാധാന്യം. നിങ്ങൾ അത് ഉപയോഗിച്ചു നോക്കും.
ഉപയോഗിച്ച പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നമ്മൾ ജനിച്ച കാലം മുതൽ പറയുന്നതാണ് നല്ലതെന്നുള്ള കാര്യം നല്ലതാണ്. ഈ കാര്യം നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈലില് നിങ്ങൾ കൊടുക്കുന്ന ടേണോവർ, ഇവിടെ മോഹൻലാലും മമ്മൂട്ടിയും സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ പറഞ്ഞ് ഓരോ കമ്പനികളെ അവരുടെ ബ്രാൻഡാക്കി അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസിഡറായി നിന്നുകൊണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ബ്രാൻഡ് അംബാസിഡറിൽ നിങ്ങൾക്ക് മൈൽ മാർക്കറ്റിംഗ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 2030 മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഇവിടെ ഞാൻ നേടിയ നേട്ടങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കമ്പനി തരും. കാരണം ഒരു മാസത്തിൽ 4 തവണ വരുമാനവും, ആഴ്ച വരുമാനം, സ്പോട്ട് വരുമാനം, മാസ വരുമാനം, എത്ര ചെലവാക്കിയാലും തീരാത്ത വരുമാനം ഒഴുകി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും. മാർക്കറ്റിംഗ് ഇത് ചെയ്യുക. നിങ്ങൾ സുഹൃത്തിനെ നിങ്ങൾ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നാളെ ഞങ്ങളെ പോലെ ആവും. ഇത് ഞാൻ ചെയ്യുന്നത് ഒരു വരുമാനം മാത്രമല്ല. നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്, അല്ലെ? സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ്, ആണല്ലോ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായ ആരെങ്കിലും ഒരിക്കലും കൈവക്കൂലെന്ന് എനിക്ക്, കാരണം നമ്മൾ ആരും, അല്ലെ? പക്ഷെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നമ്മളാണ്, ആണല്ലോ. സ്വാതന്ത്ര്യം അനുഭവിക്കുക. ഇതിന് പങ്കാളിയായ ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി എത്രയോ ആളുകൾ പട്ടിണി കിടന്നിട്ടുണ്ട്, എത്രയോ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട്, എത്രയോ ആളുകൾ ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചിരിക്കുക. സുഹൃത്തുക്കളെ, നമുക്കറിയാം 140 കോടി ജനങ്ങൾ കണക്കിൽ 140 ഉണ്ട്, അതിൽ കൂടുതൽ 140 കോടി ജനങ്ങളുണ്ട്. 1 കോടി ജനങ്ങളിലേക്ക് 2030 കൂടി നമുക്ക് എല്ലാവർക്കും ഈ ബിസിനസിനെ ഏറ്റെടുത്ത് ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം വരുമാനം കിട്ടുമെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ 2030 കൂടി ഈ ഗോളിലിരിക്കുന്ന ഓരോ വ്യക്തികളും 1000 രൂപ, ഇല്ലെങ്കിൽ 140 കോടി ജനങ്ങളിൽ നിന്ന് 1 കോടി ജനങ്ങളിലേക്ക് ഈ വ്യവസായത്തിന്റെ പ്രാധാന്യം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ 1000 രൂപ ആദായം ഇത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നാളെ ഇന്ത്യ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു നമ്മുടെ രാജ്യം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയും 2030 നമ്മുടെ കുഞ്ഞുങ്ങൾ 2030, 35, 40 എത്തുമ്പോൾ നമ്മുടെ രാജ്യത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു സമ്പന്ന ഇന്ത്യയിലായിരിക്കും ജനിക്കുന്നത്. അതിന് ഒരു നിർണായക പങ്ക് വഹിക്കുന്ന കമ്പനിയാണ് ഓരോരുത്തരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിന്റെ തത്തുല്യമായ പ്രതിഫലം ഈശ്വരൻ ഞങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ